ചൂട് കനത്തതോടെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മണിക്കൂറുകളോളമാണ് ലോഡ് ഷെഡിംഗ് നടക്കുന്നത്. രാജസ്ഥാനിൽ 6 മണിക്കൂറും പഞ്ചാബിൽ 8 മുതൽ 10 മണിക്കൂർ വരെയൊക്കെയാണ് വൈദ്യുതി മുടങ്ങിയത്. 2 മാസത്തെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പവർ കട്ട് ഏർപ്പെടുത്തിയത് ഉത്തർപ്രദേശിലാണ്. ഹരിയാനയിലും സ്ഥിതി വ്യത്യസ്തമല്ല. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പവർ കട്ട് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ട പവർ കട്ട് എന്നാണോ മനസ്സിലാക്കാനാകുന്നത്? ഇപ്പോൾ ഡൽഹിയിലെ സ്ഥിതി എന്താണ് അഭിനന്ദ്? സ്മൃതി, നമുക്കൊരു 10 മിനിറ്റ് പവർ കട്ട് ആയാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പവർ കട്ട് അതിരൂക്ഷമാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പഞ്ചാബിലൊക്കെ 8 മുതൽ 10 മണിക്കൂർ വരെയാണ് വൈദ്യുതി മുടങ്ങിയത്. അറ്റകുറ്റപ്പണികൾ മൂലമാണ് വൈദ്യുതി മുടങ്ങിയതെന്നാണ് വിശദീകരണം. പക്ഷേ അവിടെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക് എത്തിയതോടുകൂടിയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് പഞ്ചാബ് സർക്കാരിനെ എത്തിച്ചത് എന്നാണ് അഭ്യൂഹങ്ങൾ വരികയും ചെയ്തത്. ദില്ലിയിൽ എന്തായാലും കാര്യമായിട്ടുള്ള പവർ കട്ട് ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യ തലസ്ഥാനമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പവർ കട്ട് അങ്ങനെ രേഖപ്പെടുത്തുന്നില്ല. പക്ഷേ വൈദ്യുതി ഉപഭോഗം അത് സർവകാല റെക്കോർഡിലേക്ക് ഇന്നലെ ദില്ലിയിൽ എത്തിയിരുന്നു. 7000 മെഗാവാട്ടിലേക്കാണ് ദില്ലിയിൽ പോയത്. രാജസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം 6 മണിക്കൂർ പവർ കട്ട് രേഖപ്പെടുത്തി വീട്ടിൽ കറണ്ട് ഇല്ലാതെ പുറത്ത് ഇറങ്ങി ഓടിയ ഒരു കുട്ടിയുടെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ പ്രതിഷേധവുമായിട്ട് ഓഫീസുകൾ, വൈദ്യുതി ബോർഡ് ഓഫീസുകളിലേക്ക് രാജസ്ഥാനിൽ എത്തുന്നു. പഞ്ചാബിൽ ആ സ്ഥിതി. ഹരിയാനയിലാണെങ്കിൽ 5 മണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ഉണ്ടായേക്കാം എന്നുള്ള ഒരു പ്രഖ്യാപിത മുന്നറിയിപ്പ് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ചൂട് സംസ്ഥാനമാണ്, അവിടെയൊക്കെ 10 മണിക്കൂർ ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊരു അവസ്ഥയായിരിക്കും. 10 മണിക്കൂറൊക്കെ രാജസ്ഥാനിൽ ലോഡ് ഷെഡിംഗ് എന്നുള്ളത്. ഇതിൽ സർക്കാരുകൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ടോ? എന്താണ് സ്ഥിതി എന്നുള്ള കാര്യം? മഴയില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മളെ സംബന്ധിച്ച് നാളെ മഴ പെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. മുന്നറിയിപ്പിൽ അത് സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചൊരു ആശ്വാസകരമായ വാർത്തയാണ്. പെയ്യട്ടെ എന്നുള്ളതാണ്. എന്താണ് അവിടെയൊക്കെ നടക്കുന്ന ഒരു കാലാവസ്ഥയുടെ അവസ്ഥയാണ്? എത്ര ഡിഗ്രിയാണ് ചൂട്? സ്മൃതി, തിളച്ചുമറിയുകയാണ്, ചുട്ടുപൊള്ളുകയാണ്. വലിയ ചൂടാണ് പല സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലൊക്കെ 46 ഡിഗ്രി സെൽഷ്യസ് ഇന്നലെ കടന്നിരുന്നു. രാജ്യതലസ്ഥാനത്ത് ഇന്നലെ 46.1 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉച്ചയ്ക്ക് 12 മണിക്ക് രേഖപ്പെടുത്തിയത്. ഒരു കാരണവശാലും 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള വെയിൽ അത് നേരിട്ട് ശരീരത്തെ ഏൽക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞത്. ഇതിനിടയിലാണ് ഇടുത്തി പോലെ ഇന്നലെ ഒരു പൊടിക്കാറ്റ് ദില്ലിയിൽ ആഞ്ഞടിച്ചത്. ഒരു ചുഴലിക്കാറ്റിന് സമാനമായിട്ട് രീതിയിലുള്ള ഒരു പൊടിക്കാറ്റാണ് ഉണ്ടായത്. നമ്മളൊക്കെ ഇന്നലെ ജോലി കഴിഞ്ഞ് ഓഫീസിലെത്തിയപ്പോൾ അതിന്റെ പ്രത്യാഘാതം നമ്മളടക്കം അനുഭവിച്ചതുമാണ്. കാരണം അത്രമാത്രം പൊടി ശരീരത്തേക്ക് അടിച്ചു കയറുകയായിരുന്നു. 4 മണിക്കൂർ തുടർച്ചയായി ആ പൊടിക്കാറ്റുണ്ടായിരുന്നു. പിന്നാലെ ഇന്ന് ശക്തമായിട്ടുള്ള മഴ ദില്ലിയിൽ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ടിടത്ത് നടക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. മഴ ലഭ്യമായെങ്കിൽ മാത്രമേ ഈ വൈദ്യുതി പ്രതിസന്ധിയിലടക്കം ഒരു പരിഹാരം. എല്ലാവരും മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളതാണ്. വേഴാമ്പലിനെ പോലെയാണ് രാജ്യമാകെ ജനങ്ങൾ കാത്തിരിക്കുന്നത്.